പ്രിയപ്പെട്ട പഠിതാക്കളെ, മദ്ദുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ് അസ്ലിയും ഫറായിയും പറഞ്ഞിട്ട് ഫറായി 5 രൂപത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ മുത്തസിൽ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മുൻഫസിലിനെ പറ്റിയാണ്. അതുപോലെ തന്നെ ലാസിം, ആരിൽ, ലീൻ എന്നിവയെ സംബന്ധിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് മദ് മുത്തസിൽ എന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. നമുക്കറിയാം മദ് ഫറായി എന്ന് പറഞ്ഞാൽ തന്നെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഉള്ളതിനാണ് മദ് ഫറായി എന്ന് പറയാം. മദ് അക്ഷരമാവുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നപ്പോഴാണ് മദ് മുത്തസിൽ എന്ന് പറയാം. എന്ന് പറയുമ്പോ അതേ പദത്തിൽ അല്ലാണ്ട് മറ്റൊരു പദത്തിലായിട്ട് ഹംസ വരുമ്പോ അതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയാം. മദ്ദക്ഷരത്തിന് ശേഷം മറ്റൊരു പദത്തിലായിട്ട് ഹംസ വരുമ്പോ ഈ മദ്ദക്ഷരമാവുന്ന അലിഫോ വാവ് യാവോ അതാണല്ലോ മദ്ദക്ഷരം. ആ മദ് ഏത് മദ്ദായിരിക്കും? മദ് മുൻഫസിൽ ആയിരിക്കും. മദ് മുൻഫസിൽ ആയിരിക്കും. അപ്പൊ മദ് മുത്തസിലും മുൻഫസിലും തമ്മിലുള്ള വ്യത്യാസം, മദ്ദക്ഷരത്തിന് ശേഷം അത് ഹംസ വരിക എന്നുള്ള വിഷയത്തിൽ മുത്തസിൽ മുൻഫസിലൊക്കെ സമാണ്. പക്ഷെ മുത്തസിൽ ഒരൊറ്റ പദത്തിലായിരിക്കും, ഒരൊറ്റ കലിമത്തിലായിരിക്കും, ഒരൊറ്റ വേർഡിൽ തന്നെ മദ്ദക്ഷരമാവുന്ന അലിഫ വാവ യാ എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വരുമ്പോഴാണ് മദ് മുത്തസിലാവുക. എന്നാൽ മദ് മുൻഫസിലാകുന്ന പറഞ്ഞാല് 2 പദങ്ങളിലായിട്ടായിരിക്കും. ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരമാവുന്ന അലിഫോ വാവോ യാഓ, രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും ഉണ്ടാവുക. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി ഖുർആനിൽ ഏത് മദ് കണ്ടാലും അതേത് മദ്ദാന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം. മദ്ദക്ഷരമാവുന്ന അലിഫ്, വാവ്, യാ എന്നിവ ഈ മൂന്നാലൊരു അക്ഷരം ഒന്നാമത്തെ പദത്തിന്റെ അവസാനം ഉണ്ടാവുകയും രണ്ടാമത്തെ പദത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തൊട്ട് ആദ്യം തന്നെ ഹംസ വരികയും ചെയ്യുകയാണെങ്കിൽ ആ ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിലുള്ള അലിഫ്, വാവ്, യാ അതാണ് മദ് മുൻഫസിൽ എന്ന് പറയാം. നന്നായി മനസ്സിലാക്കണം. മദ് മുൻഫസിൽ എന്ന് പറയുമ്പോൾ അവിടെ 2 പദം ഉണ്ടാവും. ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ അവസാനത്തിൽ, രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ മദ്ദക്ഷരം ഹംസ ഉണ്ടാവുകയും ചെയ്യാം. ഹംസ ഉണ്ടാവുകയും ചെയ്യാം എങ്കിൽ അതാണ് മദ് മുൻഫസിൽ. അപ്പൊ മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം ഒരൊറ്റ പദത്തിൽ തന്നെ അതേ പദത്തിൽ തന്നെ തൊട്ടു ശേഷം ഹംസ വരികയാണെങ്കിൽ അതിനെ പറ്റി മദ് മുത്തസിൽ എന്ന് പറയുന്നു. എന്നാൽ 2 പദങ്ങളിലായിട്ട്, അഥവാ ഒന്നാമത്തെ പദത്തിന്റെ അവസാനവും രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിലാകുമ്പോ ആ മദ്ദിനെ പറ്റി മദ് മുൻഫസിൽ എന്ന് പറയുന്നു. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം തന്നെ വിട്ടുപിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ്. അല്ലെ? മറ്റൊരു പദത്തിൽ വിട്ടുപിരിഞ്ഞിട്ടാണ് ഹംസ ഉള്ളത്. ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിൽ അലിഫ്, വാവ്, യാ ഉണ്ട്. പക്ഷെ അലിഫോ വാവ് യാവോ ഉണ്ട്. രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസയുണ്ട്. അപ്പൊ 2 പദം വിട്ടുപിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് മുൻഫസിൽ എന്ന് അതിന് പേര് പറയാൻ കാരണം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചേർന്ന് നിൽക്കുന്നത്. ചേർന്ന് നിൽക്കുന്നത് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ആ മദ്ദക്ഷരമാകുന്ന അലിഫിനോട്, വാവിനോട്, യാഇനോട് ചേർന്നിട്ട് ഹംസ ഉണ്ടാകുന്നത് കൊണ്ട് അതാണ് മദ് മുത്തസിൽ എന്ന് പറയാം. മദ് മുത്തസിൽ 2.5 അലിഫിന്റെ ഖദർ നീട്ടണം നമ്മൾ പറഞ്ഞു, നിർബന്ധമാണ് എന്ന് പറഞ്ഞു. എന്നാൽ മദ് മുൻഫസിൽ 2.5 അലിഫിന്റെ ഖദർ നീട്ടൽ ജായിസ് ആണ്. 1 അലിഫിന്റെ ഖദർ നിർബന്ധമായിട്ട് നീട്ടണം, 2.5 വരെ നീട്ടാം. അപ്പോ രണ്ടും നീട്ടുന്ന വിഷയത്തിൽ സമമാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, 3 പറഞ്ഞവരുണ്ട്. അപ്പോ പുതിയ കിതാബുകൾ അതുപോലെ തന്നെ ഒരുപാട് കിതാബുകളിലുള്ളതിനെ ചുരുക്കമാക്കിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ കാണുന്നത് അങ്ങനെയാണ്, 2.5 അലിഫിന്റെ ഖദർ. അപ്പൊ മദ് മുത്തസിലായാലും മുൻഫസിലായാലും 2.5 അങ്ങ് നീട്ടിയാൽ പ്രശ്നം തീർന്നു. നമുക്ക് സൗകര്യത്തോടുകൂടെ റാഹത്തോടുകൂടെ നീട്ടാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൽത്തിബാസ്, തിരിച്ചറിയായ്മ ഇല്ലെങ്കിൽ അതും നമുക്ക് പേടിക്കാനില്ല. എന്നാലും മനസ്സിലാക്കി വെക്കുക, ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരമാവുന്ന അലിഫോ വാവോ യാ ഉണ്ടാവുകയും രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരാണ് മദ് മുൻഫസിൽ. എത്ര അലിഫിന്റെ ഖദറാണ് നീട്ടൻ?
2:30 വരെ നീട്ടാം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ പിന്നെ ക്ലാസ് നോട്ട് ഞാൻ ഗ്രൂപ്പിൽ സ്ക്രീനിൽ കൊണ്ടുവരാം. അപ്പൊ ഒന്നുകൂടെ എളുപ്പമാവും. സ്ക്രീനിൽ നോക്കിയേ, മദ് മുൻഫസിൽ. കണ്ടോ? മദ് മുൻഫസിൽ. മദ് ഫറഇയിൽ 5 മദ് ഫറഇ ഉണ്ട്. ഒന്ന് മദ് മുത്തസിൽ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ മദ് മുൻഫസിലാണ്. എന്താണ് മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ എന്ന് വിശദമായിട്ട് അവിടെ കാണാം അല്ലെ. മദ്ദക്ഷരത്തിന്റെ ശേഷം കണ്ടോ, മദ് മുൻഫസിൽ എന്ന് കണ്ടല്ലോ. മദ്ദക്ഷരത്തിന്റെ ശേഷം മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന്റെ ശേഷം മറ്റൊരു പദത്തിലായിട്ട് ഹംസ വരലാണ്. മറ്റൊരു പദത്തിലായിട്ട് ഹംസ വരലാണ്. അപ്പൊ അവിടെ 2 പദങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ കെലിമത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അഥവാ മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫോ വാവോ യാ ഓ. രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും ആയിരിക്കും. ഉദാഹരണം പറയാ, അല്ലദീ അത്അമഹും, അല്ലദീ അത്അമഹും. കണ്ടോ? അല്ലദീ അത്അമഹും, അല്ലദീ എന്നുള്ള ഒരു പദം, അത്അമഹും എന്നുള്ള മറ്റൊരു പദം. ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരമാകുന്ന യാ ഉണ്ട്. കസ്റുള്ള ദാലിനെ നീട്ടാൻ മദ്ദക്ഷരമാകുന്ന യാ ഉണ്ട്. രണ്ടാമത്തെ പദത്തിന് ശേഷം രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്നതുകൊണ്ട് അല്ലദീ അത്അമഹും, അവിടെ മദ് മുൻഫസിൽ ഉണ്ടായി. 2 പദത്തിലാണ്. ഒന്നാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസ ഉണ്ട്. ഒന്നാമത്തെ പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരമാകുന്ന യാ ഉണ്ട്. രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും ഉണ്ടായതുകൊണ്ട് മദ് മുൻഫസിലാണ്. എത്രയാ നീട്ടേണ്ടത്? 2.5 അലിഫിന്റെ ഖദർ നീട്ടണം. 2.5 അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്. മനസ്സിലായല്ലോ? 2.5 അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്. അപ്പോ മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു തആല നമുക്ക് കുറച്ച് ഖുർആനിൽ അതിന്റെ ഉദാഹരണം കണ്ടെത്താം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അതിന്റെ ഉദാഹരണം കാണാൻ പറ്റും. നോക്കുക, ഖുർആൻ തുറന്നു വെച്ച് നോക്കിയാൽ നമുക്ക് സൂറത്തുൽ ബഖറ നമ്മള് 2-ാമത്തെ പേജ് മുതല് 1-ാമത്തെ പേജിലുണ്ടോ? അയ്യോ, 4-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽആഖിറതി ഹും യൂഖിനൂൻ. ബിമാ ഉൻസില, ബിമാ ഉൻസില 2 പദമുണ്ട്. ബിമ എന്നുള്ളത് ഒരു പദമാണ്, ഉൻസില എന്നുള്ള മറ്റൊരു പദമാണ്. ഒന്നാമത്തെ പദമാകുന്ന ബിമ എന്നുള്ളതിന്റെ തുടക്കത്തിൽ അല്ല അവസാനത്തിൽ മീമിനെ നീട്ടാനുള്ള എന്തുണ്ട്? മീമിനെ നീട്ടാൻ, ഫത്ഹുള്ള മീമിനെ നീട്ടാൻ അലിഫ് ഉണ്ട്. രണ്ടാമത്തെ പദമാകുന്ന ഉൻസില എന്നുള്ളിടത്ത് തുടക്കത്തിൽ തന്നെ ഹംസയും ഉണ്ടായതുകൊണ്ട് മദ്ദക്ഷരമാവുന്ന അലിഫിന് ശേഷം മറ്റൊരു പദത്തിലായിട്ട് ഹംസ ഉണ്ടായതുകൊണ്ട് ആ മദ്ദിനെ പറ്റി മദ് മുൻഫസിൽ എന്ന് പറയാം. എത്രയാ നീട്ടേണ്ടത്? 2.5 അലിഫ് വരെ നീട്ടാം. ഒരു അലിഫിൽ നീട്ടൽ നിർബന്ധമാണ്. 2.5 വരെ നീട്ടാം. വമാ ഉൻസില, മറ്റൊരു അതേ ആയത്തിൽ തന്നെ മറ്റൊരു ഉദാഹരണം, വമാ ഉൻസില. ഇനി അടുത്ത ആയത്തിൽ നോക്കൂ, ഉലൈക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് മുത്തസിലാണ്. എന്തുകൊണ്ട്? മദ്ദക്ഷരമാവുന്ന അലിഫിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നതുകൊണ്ട് മദ് മുത്തസിലാണ്, മുൻഫസിലല്ല. വ ഉലൈക, അതിൽ ഉണ്ടോ? 4-ാമത്തെ ആയത്തിൽ 2 മദ് മുൻഫസിലുണ്ട്. 5-ാമത്തെ ആയത്തില് 2 മുത്തസിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മദ് ഫറഈ അസ്ലി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ് അസ്ലി എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്തതിനാണ് മദ് അസ്ലി എന്ന് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കൂ നിങ്ങള്, വല്ലദീന
അല്ലദീന കസ്റുള്ള ദാലിനെ നീട്ടാൻ മദ്ദക്ഷരമാവുന്ന യാ ഉണ്ട്. അതിന് തൊട്ട് ശേഷം നൂനിന് ഫത്ഹാണ്, സുക്കൂൻ ഉണ്ടായിട്ടില്ല. പിന്നെ നൂനാണ്, ഹംസ ഉണ്ടായിട്ടില്ല. അപ്പോ വല്ലദീന എന്നുള്ള മദ് ഏതാ? മദ് അസ്ലിയാണ്. അല്ലെ? യുഅ്മിനൂന, നൂന ലമ്മുള്ള നൂനിനെ നീട്ടാൻ മദ്ദക്ഷരമാവുന്ന വാവുണ്ട്. ആ മദ്ദക്ഷരമാവുന്ന വാവിന് ശേഷം ഹംസയും ഇല്ല, സുക്കൂനും ഇല്ലെങ്കിൽ ആ മദ്ദിനെ പറ്റിയാണ് മദ് അസ്ലി എന്ന് പറയാ. അപ്പൊ എത്ര നീട്ടേണ്ടത്? യുഅ്മിനൂന വല്ലദീന. എല്ലാം ഒരു അലിഫിന്റെ ഖദർ മാത്രമേ നീട്ടാവൂ. ഒന്നിലധികം നീട്ടാനും പാടില്ല, അതിനേക്കാൾ കുറക്കാനും പാടില്ല. വല്ലദീന യുഅ്മിനൂന എന്ന് ഓതാൻ പാടില്ല. പിന്നെ എങ്ങനെ ഓതാവൂ? വല്ലദീന യുഅ്മിനൂന. അതും മദ്ദാണല്ലോ, മദ് അസ്ലിയാണ്. അല്ലെ? അദ്ദേഹത്തിൽ നോക്കൂ നിങ്ങൾ. വബിൽ ആഖിറതി, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വബിൽ ആഖിറതി ഹംസനെ നീട്ടാൻ മദ്ദക്ഷരമാവുന്ന ഒരു അലിഫ് നീട്ടണം. എന്തുകൊണ്ട്? സ്ക്രീനിൽ ഖുർആൻ വന്നിട്ടില്ലേ? സ്ക്രീനിൽ ഖുർആൻ ഇല്ലേ? ഉണ്ടല്ലോ. അത് ശരി. ഓ, സ്ക്രീനിൽ ഖുർആൻ ഇല്ല അല്ലെ? ഓക്കെ. ഇപ്പോഴോ? ഇപ്പോൾ ഖുർആൻ വന്നോ? ഓക്കെ. നാലാമത്തെ ആയത്തിൽ കണ്ടില്ലേ? മദ് മുൻഫസിലിന്റെ ഉദാഹരണം ബിമാ ഉൻസില. ബിമ എന്നുള്ള മദ്ദക്ഷരമാകുന്ന അലിഫ് വന്നു. ഉൻസില എന്നുള്ള മറ്റൊരു പദത്തിന്റെ തുടക്കത്തിൽ ഹംസ വന്നത് കൊണ്ട് അവിടെ മദ് മുൻഫസിലാണ്. അതുപോലെ തന്നെ വമാ ഉൻസില മിൻ ഖബ്ലിക, അവിടെയും മദ് മുൻഫസിലാണ്. രണ്ടര അലിഫ് വരെ നീട്ടാം. ഞാൻ പറഞ്ഞത് വല്ലദീന, നാലാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ നോക്കൂ. മദ് അസ്ലി എന്ന് പറഞ്ഞ മദ് ഉണ്ടല്ലോ, മദ് ഫർഈ, മദ് അസ്ലി. മദ് അസ്ലി എന്ന് പറഞ്ഞ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വരാത്തതാണ് മദ് അസ്ലി. അതിന് നമ്മൾ പറഞ്ഞു എത്ര നീട്ടേണ്ടത്? ഒരു അലിഫ് മാത്രമേ നീട്ടാൻ പറ്റുള്ളൂ, അത്ര അതിനേക്കാൾ നീട്ടാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? വല്ലദീന കസ്റുള്ള ദാലിനെ നീട്ടാൻ മദ്ദക്ഷരമാവുന്ന യാ ഉണ്ട്. ആ മദ്ദക്ഷരമാവുന്ന യാന് ശേഷം ഹംസയും ഇല്ല, സുക്കൂനും ഇല്ല. നൂനാണ്, ഹംസയല്ല. ഫത്ഹാണ്, സുക്കൂനല്ല. അതുകൊണ്ട് ഹംസയോ സുക്കൂനോ ഇല്ലെങ്കിൽ അവിടെ മദ്, ആ കസ്റുള്ള ദാലിനെ നീട്ടാനുള്ള യാ, അത് മദ് അസ്ലിയാണ്. എത്ര നീട്ടാവൂ? ഒരു അലിഫിന്റെ ഖദർ മാത്രമേ നീട്ടാവൂ, ഒന്നിലധികം നീട്ടാൻ പാടില്ല. വല്ലദീന, വല്ലദീന നീട്ടാൻ പാടില്ല. യുഅ്മിനൂന ലൊമ്പുള്ള നൂനെ നീട്ടാൻ മദ്ദക്ഷരമാവുന്ന വാവുണ്ട്. അതിനുശേഷം ഹംസയോ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് ആ വാവ് ഏതാ? മദ് അസ്ലിയാണ്. ഒരലിഫിനേക്കാൾ നീട്ടാൻ പാടില്ല, കുറയാനും പാടില്ല. മനസ്സിലായല്ലോ? വബിൽ ആഖിറതി ഹംസള്ള, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഹംസ ഫതഹുള്ള, ഫതഹുള്ള ഹംസയെ നീട്ടാൻ മദ്ദക്ഷരമാവുന്ന അലിഫുണ്ട്. അതിനുശേഷം കസ്റുള്ള ഖാ ആണുള്ളത് അല്ലെ? അതിന് തൊട്ട് ശേഷം ഖാ ആണ്, ഹംസ ഇല്ല, കെസിറാണ്, സുക്കൂനില്ല. ഹംസയോ സുക്കൂനോ ഇല്ലാത്തത് കൊണ്ട് ആ മദ്ദക്ഷരമാവുന്ന അലിഫ് ഏത് മദ്ദാണ്? മദ് അസ്ലിയാണ്. മദ് അസ്ലിയാണ്. എത്ര നീട്ടേണ്ടത്? ഒരു അലിഫിന്റെ ഖദർ മാത്രമേ നീട്ടാൻ പറ്റുള്ളൂ, അതിനേക്കാൾ നീട്ടാൻ പാടില്ല. ഉലൈക അലാ ഹുദൻ, അലാ ഹുദൻ, അലാ ഹുദൻ നീട്ടാൻ പാടില്ല. എന്തുകൊണ്ട്? മദ് അസ്ലിയാണ്. ഒരു അലിഫിന്റെ ഖദർ മാത്രമേ നീട്ടാവൂ. മദ്ദക്ഷരമാകുന്ന അലിഫിന് ശേഷം ഹംസയുമില്ല, സുക്കൂനുമില്ല, ഹ ആണ്, ലമ്മാണ്. അതുകൊണ്ട് അത് മദ് അസ്ലിയാണ്. ഒരു അലിഫിനേക്കാൾ നീട്ടാൻ പാടില്ല. അല്ലേ? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇനി നമുക്ക് മദ് മുൻഫസിലിന്റെ ഉദാഹരണമാണ് പറയേണ്ടത്. ഓക്കെ. ഈ പേജില് മദ് മുൻഫസിലിന്റെ ഉദാഹരണം ഉണ്ടോ നോക്കി. ഇന്നല്ലദീന കഫറൂ സവാഉൻ. സവാഉൻ എന്നുള്ള മദ് മുൻഫസിലാണ്, മുത്തസിലാണ് അല്ലേ? അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم. ഏതാ മദ്? മദ് മുൻഫസിലാണ്. വഅല അബ്സാരിഹിം. വഅല ഫത്ഹുള്ള ലാമിനെ നീട്ടാൻ മദ്ദക്ഷരാവുന്ന അലിഫുണ്ട്. തൊട്ട് ശേഷം മറ്റൊരു പദത്തിലായിട്ട് ഹംസ വന്നിട്ടുണ്ട്, അബ്സാരിഹിം അല്ലെ? അതുകൊണ്ട്
വഅല എന്നുള്ളിടത്ത് ഏത് മദ്ദാണ്? മദ് മുൻഫസിലാണ്, 2.5 വരെ നീട്ടാം. റിഷാവ, റിഷാവ എന്നുള്ളിടത്ത് ഷീന നീട്ട മദ്ദക്ഷരമാവുന്ന അലിഫുണ്ട്, പക്ഷെ അതിനുശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്തത് കൊണ്ട് അത് ഏത് മദ്ദ? മദ് അസ്രിയാണ്. വലഹും അദാബുൻ അദീം, അദാബ് മദ് അസ്രിയാണ്, ഒരലിഫ് മാത്രമേ നീട്ടാവൂ. എന്തുകൊണ്ട്? മദ്ദക്ഷരമാവുന്ന അലിഫിന് ശേഷം ഹംസയോ സുക്കൂനോ ഇല്ല. ചുരുക്കത്തിൽ മദ് എന്ന് പറയുമ്പോൾ മദ്ദക്ഷരമാവുന്ന അലിഫോ വാവോ യാ ആണ്. ഇതാണ് മദ് എന്ന് പറഞ്ഞാല്. മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ദക്ഷരമാവുന്ന അലിഫോ വാവോ യാ ഓ ആണ്. അതിന്റെ മുകളിലുള്ള ചിഹ്നം അത് അവിടെ മദ്ദുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഖുർആനിൽ സാധാരണ മുത്തസിലും മുൻഫസിലും ലാസിം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ എന്തു അറിയിക്കുള്ളൂ? ആ മദ്ദക്ഷരത്തിന്റെ ചിഹ്നം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മദ് മുൻഫസിൽ തരയാം. ومن الذين من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون إلا أنفسهم. അവിടെ മദ് മുൻഫസിലുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച മദ് മുൻഫസിലുണ്ട്. എന്തുകൊണ്ട്? മദ്ദക്ഷരമാകുന്ന അലിഫ് ഇല്ല എന്ന പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരമാകുന്ന അലിഫ് ഉണ്ട്. അൻഫുസഹും എന്നുള്ള രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസയുണ്ട്. അപ്പൊ 2 പദമുണ്ട്. ഇല്ല എന്നുള്ളൊരു പദമുണ്ട്, അൻഫുസഹു എന്നുള്ളൊരു പദമുണ്ട് അല്ലെ. ഇല്ല എന്നുള്ള പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരമാകുന്ന അലിഫുണ്ട്. അൻഫുസഹു എന്നുള്ള പദത്തിന്റെ തുടക്കത്തിൽ മദ്ദക്ഷര ഹംസയുണ്ടായതുകൊണ്ട് അത് മദ് മുൻഫസിലാണ്. വമാ യശ്ഉറൂൻ, വമാ മദ് അസ്രിയാണ്. വമാ യശ്ഉറൂൻ എന്നുള്ളിടത്ത് മദ് അസ്രിയാണ്. എന്തുകൊണ്ട്? മീമിന് ശേഷം ഫത്ഹുള്ള മീമിനെ നീട്ടാൻ മദ്ദക്ഷരാവുന്ന അലിഫുള്ള, അതിന് ശേഷം ഹംസയും സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. ഇനി 10ാമത്തെ ആയത്തിലില്ല. 11ാമത്തെ ആയത്ത് നോക്കൂ. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. قَالُوا إِنَّ لا قَالُوا إِنَّمَا മദ്ദക്ഷരമാകുന്ന വാവുണ്ട് ഖാലു എന്നുള്ളതിന്റെ അവസാനത്തിൽ. ഇന്നമ എന്നുള്ളതിന്റെ തുടക്കത്തിൽ ഹംസയുണ്ട്. അതുകൊണ്ട് മദ് മുൻഫസിലാണ്, 2.5 വരെ നീട്ടാം. ഖാലു മദ്ദക്ഷരാവുന്ന വാവിന്റെയും ഇന്നന്റെ ഇടയിൽ ഒരു അലിഫ് ഉണ്ട് അല്ലെ. അതിന് മുകളിൽ ചെറിയൊരു വട്ടപൂജ്യമൊക്കെ ഉണ്ട്. ആ വട്ടപൂജ്യം ഇട്ടാൽ തന്നെ മനസ്സിലാക്കാം അലിഫ് പരിഗണിക്കുന്നതല്ല, ഉച്ചാരണത്തിലൊന്നും പരിഗണിക്കില്ല, എഴുത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി 12ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അലാ ഇന്നഹും, അലാ ഇന്നഹും മദ്ദക്ഷരമാകുന്ന ലാമിന് നീട്ടാനുള്ള അലിഫ് ഉണ്ട് 1ാമത്തെ പദത്തിന്റെ അവസാനത്തിൽ. 2ാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഇന്നഹും ഉണ്ട്. അതുകൊണ്ട് മദ് മുൻഫസിലാണ്, 2.5 വരെ നീട്ടാം. വലാകിൻ ലാ യശ്ഉറൂൻ. അടുത്ത ആയത്തില് വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. ഏതാ മദ്? കമാ ആമന. മദ് മുൻഫസിലാണ്. കമ എന്നുള്ളൊരു പദമാണ്, ആമന എന്നുള്ള മറ്റൊരു പദമാണ്. 1ാമത്തെ പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരാവുന്ന അലിഫുണ്ട്, 2ാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ ഹംസയുണ്ട്. അതുകൊണ്ട് മദ് മുൻഫസിലാണ്. ഖാലൂ അനുമിൻ, മദ് മുൻഫസിലാണ്. എന്തുകൊണ്ട്? ഖാലൂ എന്നുള്ള 1ാമത്തെ പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരമാവുന്ന വാവുണ്ട് അല്ലെ. വമ്മുള്ള ലാമിനെ നീട്ടാൻ മദ്ദക്ഷരാവുന്ന വാവുണ്ട്. 2ാമത്തെ പദത്തിന്റെ തുടക്കത്തിൽ തന്നെ അനുമിനു ഹംസയുണ്ട്. അതുകൊണ്ട് അത് മദ് മുൻഫസിലാണ്, 2.5 വരെ നീട്ടാം. കമാ ആമന അസ്സുഫഹാ, കമാ ആമന മദ് മുൻഫസിൽ. അസ്സുഫഹാ ഏതാ മദ്? മദ് മുത്തസിലാണ് അല്ലെ. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നതുകൊണ്ട്. അലാ ഇന്നഹും മദ് മുൻഫസിൽ. അലാ ഇന്നഹും അല്ലെ. ഹുമുസ്സുഫഹാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മദ് മുത്തസിലാണ്. അടുത്ത ആയത്ത് 14ാമത്തെ ആയത്ത്. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا. قَالُوا آمَنَّا മദ് മുൻഫസിലാണ് അല്ലെ. قَالُوا آمَنَّا.
മദ്ദക്ഷരമാകുന്ന വാവുണ്ട്, ലാമിനെ നീട്ടാൻ വാവുണ്ട്. ആമന്ന എന്ന മറ്റൊരു പദത്തിന്റെ തുടക്കത്തിൽ ഹംസ ഉണ്ട്, അതുകൊണ്ട് മദ് മുൻഫസിലാണ്, രണ്ടുപേരെ നീട്ടാം. 16-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ ഉലൈക മദ് മുത്തസിലാണ്. നമ്മള് കഴിഞ്ഞ മദ് മുത്തസിലിന്റെ മുൻഫസിലിന്റെ പാഠത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മദ് മുത്തസിലിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഹ ഉലായി എന്നുള്ളത് മദ് മുത്തസിലാണെന്ന് പറഞ്ഞിരുന്നു. അല്ല, അത് മദ് മുൻഫസിലാണ്. ഹ ഉലായി എന്നുള്ളത് മദ് മുൻഫസിലാണ്, തുടക്കത്തിലുള്ള മദ്. ഹ ഉ, ഹ എന്നുള്ള ഒരു പദമാണ്, ഉലായി എന്നുള്ള മറ്റൊരു പദമാണ്. അല്ലെ? ഹ തംബീഹ് എന്ന് പറയും. ഉലായിക്ക ഇസ്മ ഇഷാറയാണ്. രണ്ട് പദമാണ്, കൂട്ടിയായിരിക്കും എഴുതുക. ഏതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളത് യാ ഒരു പദമാണ്, അയ്യുഹ എന്നുള്ള മറ്റൊരു പദമാണ്. രണ്ടും കൂട്ടിയിട്ടാണ് എഴുതുക. അപ്പോ എഴുത്തിൽ ഒന്നാണോ ഒറ്റ പദമാണോ രണ്ട് പദമാണോ എന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അർത്ഥത്തിൽ ഒറ്റ പദമാണോ രണ്ട് പദമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയ്യുഹ, യാ അയ്യുഹ, യാ എന്നുള്ളൊരു പദമാണ്, അയ്യുഹ എന്നുള്ള മറ്റൊരു പദമാണ്. ഏതുപോലെ ഹ ഉല എന്നുള്ളിടത്ത് ഹ എന്നുള്ള ഒരു പദമാണ്, ഉല എന്നുള്ള മറ്റൊരു പദമാണ്. അത് അർത്ഥത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും അങ്ങനത്തെ ഘട്ടത്തിൽ അത് മദ് മുൻഫസിലൻ തന്നെയാണ്. ഉലാഇ എന്നുള്ളിടത്ത് മദ് മുത്തസിലാണ്. ഓക്കെ, ഇൻഷാ അള്ളാഹ്. അള്ളാഹു തആല നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ തജ്വീദിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.